ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നം തകർന്നടിഞ്ഞിട്ടും മരണത്തെ പോലെ മുഖാമുഖം കണ്ടിട്ടും ലോകത്തിന് നെറുകിൽ എത്തിച്ചേർന്ന ആ മനുഷ്യൻ റിങ്ങിൽ എതിരാളികളെ സിംഹത്തെ പോലെ വേട്ടയാടി കോടിക്കണക്കിന് ആരാധകർ ദി ട്രൈബൽ ചീഫ് എന്ന ആവേശത്തോടെ വിളിക്കുന്ന സാക്ഷാൽ റോമൻ റെയിൻസിന്റെ കഥ 100 Days 100 Story പാർട്ട് 41. ഇതുപോലുള്ള കഥകൾ ഡെയിലി കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഫുട്ബോൾ താരമാകാൻ ആഗ്രഹിച്ച ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെസ്ലിംഗ് ഐക്കണായി മാറിയത്? 1985 ഫ്ലോറിഡയിൽ വെച്ചാണ് ലിയാറ്റി ജോസഫ് അനോയ് എന്ന റോമൻ റെയിൻസ് ജനിക്കുന്നത്. പ്രശസ്തമായ അനോയ് റെസ്ലിംഗ് കുടുംബത്തിലെ അംഗമായിരുന്നു ലിയോറ്റി ജോസഫ്. തന്റെ അച്ഛനും സഹോദരനുമെല്ലാം റെസ്ലിംഗ് പരമ്പരയിൽ തന്നെ തിളങ്ങിയവരായിരുന്നു. ദി റോക്ക്, ഉസോസ് ഇവരെല്ലാം ഈ കുടുംബത്തിലെ കണ്ണികളാണ്. കുടുംബം മുഴുവൻ റെസ്ലിംഗിലാണെങ്കിൽ പോലും ലിയോറ്റി ജോസഫിന് അമേരിക്കൻ ഫുട്ബോളിനോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ച് കരിയറിൽ മികച്ച മുന്നേറ്റം നടത്തുകയായിരുന്നു. എന്നാൽ ജോസഫിന് തന്റെ 22 വയസ്സുള്ളപ്പോൾ രക്തത്തെ ബാധിക്കുന്ന മാരകമായ ലുക്വീമിയ എന്ന ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നു. ഒരു കായിക താരത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും ആ നിമിഷത്തിൽ തകർന്നടിഞ്ഞു. രോഗം ബാധിച്ചതിനാൽ ഫുട്ബോൾ സെലക്ഷനിൽ പോലും പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരുന്നു. ഒടുവിൽ വിധിക്ക് കീഴടങ്ങാതെ അദ്ദേഹം തന്റെ കുടുംബ പാരമ്പര്യമായ റെസ്ലിംഗിലേക്ക് ചുവടുവെക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ലിയാറ്റി ജോസഫ് അനോയ് WWE ചേർന്ന് സാക്ഷാൽ റോമൻ റെയിൻസ് ആയി ജനിക്കുന്നത്. WWE എത്തിയതിനു ശേഷം റോമൻ റെയിൻസ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു. ദി ഷീൽഡ് എന്ന ഗ്രൂപ്പിലൂടെ വന്ന് പിന്നീട് സിംഗിൾസ് മത്സരങ്ങളിൽ അദ്ദേഹം വെന്നിക്കൊടി പാറിച്ചു. 8 വർഷത്തോളം റിംഗ് ഭരിച്ച റോമൻ റെയിൻസിനെ തേടി 2018 ആ ദുരന്തം വീണ്ടും എത്തുന്നു. എന്റെ പേര് ജോസഫ് എന്നാണ്. കഴിഞ്ഞ 11 വർഷമായി ഞാൻ ലുക്വീമിയ ബാധിതനാണ്. നിർഭാഗ്യവശാൽ അത് വീണ്ടും തിരികെ വന്നിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് ഇന്നിവിടെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. 2018 ഒക്ടോബറിലെ ആ ലൈവ് ഷോയിൽ റോമൻ റെയിൻസ് വിതുമ്പിക്കൊണ്ടിത് പറഞ്ഞപ്പോൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ അത് റോമൻ റെയിൻസിന്റെ റിട്ടയർമെന്റ് അനൗൺസ്മെന്റ് ആയിരുന്നില്ല, മറിച്ചൊരു യുദ്ധ പ്രഖ്യാപനമായിരുന്നു. ഞാൻ ഈ രോഗത്തെ തോൽപ്പിച്ച് ശക്തമായി തിരികെ വരുമെന്നായിരുന്നു അദ്ദേഹം ആ പ്രസംഗത്തിൽ അവസാനമായി പറഞ്ഞത്. ലോകമെമ്പാടുമുള്ള ആരാധകർ അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനകൾ വെറുതെ ആയില്ല. തന്റെ അസാധ്യമായ പോരാട്ട വീര്യം കൊണ്ട് ക്യാൻസറിനെ അടിമുടി തകർത്തെറിഞ്ഞ് റോമൻ റെയിൻസ് വീണ്ടും റിംഗിലേക്ക് മാസ് എൻട്രി നടത്തുന്നു. വെറും 2 വർഷം കൊണ്ട് റോമൻ റെയിൻസിന്റെ തിരിച്ചുവരവ് ലോക റെസ്ലിംഗ് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഒരു വില്ലൻ കഥാപാത്രമായി വന്ന് ദ ട്രൈബൽ ചീഫ് എന്ന പേര് റോമൻ റെയിൻസ് WWE സിംഹാസനം തന്നെ പിടിച്ചടക്കുന്നു. തന്റെ 22ാമത്തെ വയസ്സിൽ ശൂന്യതയിൽ നിന്നും പോരാട്ടം തുടങ്ങിയ ആ മനുഷ്യൻ നിന്ന് റെസ്ലിംഗ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ താരങ്ങളിൽ ഒരാളാണ്. തോൽക്കാൻ മനസ്സിലാത്ത ഒരു പോരാളിക്ക് മുന്നിൽ ഒരു നാൾ ലോകം മുഴുവൻ നിന്ന് കൈയടിക്കുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന റോമൻ റെയിൻസിന്റെ ഈ കഥ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സന്റെ പേര് കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി.